ഹായ് ഹലോ. ഇന്ന് ദൃശ്യം 3 മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജീതു ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച് 2026 പുറത്തിറങ്ങിയ ഒരു മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണ് ദൃശ്യം 3. ആശിവ സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം ദൃശ്യം ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ചിത്രവും ദൃശ്യം 2ൻ്റെ തുടർച്ചയുമാണ്. ഒരു മികച്ച മേക്കിംഗ് തന്നെയാണ് ജീതു ജോസഫ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരേ ഒരു ഡൗട്ടാണ് തോന്നിയത്, എങ്ങനെയാണ് രാജൻ്റെ ജോലി നഷ്ടപ്പെട്ടത് എന്ന്. കാരണം വരുണിൻ്റെ സ്കൾട്ടിന് പകരം ജോർജ് കുട്ടി വേറൊരു പയ്യൻ്റെ സ്കൾട്ടൻ അവിടെ വെച്ചിരുന്നു. അത് DNA ടെസ്റ്റ് നടത്തിയപ്പോഴാണല്ലോ ഈ സ്കൾട്ടൻ വരുണിൻ്റെ അല്ല എന്നറിഞ്ഞത്. പകരത്തിന് പകരം ജോർജ് കുട്ടി അവിടെ വേറൊരു സ്കൾട്ടൻ വെച്ചിരുന്നു. പിന്നെ എങ്ങനെയാണ് രാജൻ്റെ ജോലി നഷ്ടപ്പെട്ടത്? ഈ ഒരു സംശയം മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ തോന്നിയത്. ഈ സിനിമ കണ്ടവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. പിന്നെ ഈ മൂവിയുടെ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേ അല്ല. ദൃശ്യം 2-ൽ പ്രഭാകരൻ്റെയും ഗീതാ പ്രഭാകരൻ്റെയും മുമ്പിൽ തല താഴ്ത്തി നടന്നുപോയ ജോർജ് കുട്ടി ദൃശ്യം 3-ൽ തല ഉയർത്തിപ്പിടിച്ചാണ് പോയത്. അത് താൻ ചെയ്തതെല്ലാം ശരിയാണെന്നും താനാണ് ശരിയെന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ സിനിമ തിയേറ്ററിൽ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൂവി ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. തീർച്ചയായും കാണുക, ആരും മിസ് ചെയ്യരുത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ദൃശ്യം 4 വേണമെന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.